ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെ ചുറ്റിപ്പറ്റിയാണെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചു നാളുകളായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിനെ കുറിച്ചുള്ള അന്വേഷണം SIT ആരംഭിച്ചിട്ട്. കേട്ടിടത്തോളം അടൂർ പ്രകാശ് ചൂണ്ടയിലെ ചെറിയ മീനാണെന്നാണ് അറിയാൻ കഴിയുന്നത്. വമ്പൻ സ്രാവുകളെ ലക്ഷ്യമിട്ടാണ് SIT ഇറങ്ങിയിരിക്കുന്നത് അത്രേ. അയ്യപ്പന്റെ സ്വർണം കട്ട ഉന്നതന്മാർ ആരാണെങ്കിലും അവരെയും അതിന് കൂട്ടുനിന്നവരെയും പിടികൂടുമെന്നും അന്വേഷണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ശരിയായ രീതിയിൽ നടക്കുകയാണെന്നും SIT ആവർത്തിച്ചു പറയുമ്പോഴും പ്രതിപക്ഷം നിയമസഭയിലടക്കം തുടർച്ചയായി പ്രതിഷേധങ്ങളുമായി സജീവമായിരുന്നു. നിയമസഭയിൽ വലിയ രീതിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയ പ്രതിപക്ഷത്തിന് ചെക്ക് വെക്കുന്ന നിലപാടാണ് കഴിഞ്ഞ ദിവസം SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. UDF കൺവീനർ അടൂർ പ്രകാശിനെ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയുണ്ടായി. മണിക്കൂറുകളോളം നടത്തിയ ചോദ്യം ചെയ്യലിനൊടുവിൽ അടൂർ പ്രകാശിനെ വിട്ടയക്കുകയും ചെയ്തു. ചോദ്യം ചെയ്യലിനു ശേഷം പുറത്തിറങ്ങിയ അടൂർ പ്രകാശ് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടി നൽകിയെന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ പ്രതികളുമായി അടൂർ പ്രകാശിന് ബന്ധമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം ഏതു തരത്തിലാണെന്ന ചോദ്യമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് പ്രധാനമായും കണ്ടുപിടിക്കാനുള്ളത്. അതിന്റെ ഭാഗമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ പോറ്റിയെ പലതവണ കണ്ടിട്ടുണ്ടെന്ന് അടൂർ പ്രകാശ് സമ്മതിച്ചതായും പറയപ്പെടുന്നു. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഡൽഹിയിൽ സോണിയാഗാന്ധിയെ കാണാൻ പോയതിന്റെ വിവരങ്ങളാണ് SIT പ്രധാനമായും ശേഖരിക്കുക. കാരണം പോറ്റി ഡൽഹിയിൽ പോയി സോണിയാഗാന്ധിയെ കണ്ടപ്പോഴെല്ലാം അടൂർ പ്രകാശ് ഒപ്പമുണ്ടായിരുന്നു. തന്റെ മണ്ഡലത്തിലെ വോട്ടറായ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് എടുത്തപ്പോൾ തന്നെയും ഒപ്പം കൂട്ടുകയായിരുന്നു എന്നാണ് അടൂർ പ്രകാശിന്റെ വിശദീകരണം. കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവരുടെ മൊഴി SIT രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്തത്. തിരുവനന്തപുരത്തെ SIT ഓഫീസിൽ വെച്ചാണ് 2.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ നടന്നത്. അതേസമയം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും UDFനെ ഇതിൽ കൂട്ടുകെട്ടിക്കാൻ നോക്കണ്ടെന്നുമാണ് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചത്. മറ്റുള്ളവരുടെ മേൽ പഴിചാരാനുള്ള സർക്കാർ നീക്കത്തിന്റെ ഭാഗമാണിതെന്നും വിളിച്ച ഉടൻ അടൂർ പ്രകാശ് ചോദ്യം ചെയ്യലിന് ഹാജരായി. ഇതുകൊണ്ടൊന്നും മുഖ്യമന്ത്രി രക്ഷപ്പെടില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. KCയുടെ പ്രതികരണം വന്നതിന് പിന്നാലെ ഉയരുന്ന ചോദ്യം KCക്കും പേടി തട്ടിയിട്ടുണ്ടോ എന്നതാണ്. അടൂർ പ്രകാശിൽ തുടങ്ങി ആന്റണിയിലേക്കും അവിടെ നിന്ന് KC വേണുഗോപാൽ വഴി സോണിയാഗാന്ധിയിലേക്കും അന്വേഷണ സംഘം എത്തുമോ എന്നത് പേടിച്ചിട്ടാണോ ACC ജനറൽ സെക്രട്ടറി ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നതെന്ന് ചോദിക്കുന്നവരും ഏറെയാണ്. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തു വിട്ടതിന് പിന്നാലെ ആന്റണി MP തെരഞ്ഞെടുപ്പ് സമയത്ത് 2 കോടി രൂപ വാങ്ങിയിട്ട് തിരികെ നൽകിയില്ലെന്ന ആരോപണവുമായി തിരുവല്ല നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജുവിന്റെ വെളിപ്പെടുത്തൽ വന്നതോടെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ സങ്കീർണമാവുകയാണ്. ആന്റണി 2019 തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയത്ത് പലതവണ വന്നിരുന്നു. പ്രചാരണത്തിന്റെ ഭാഗമായി 2 കോടി രൂപ പലിശയ്ക്ക് നൽകി. 2 മാസത്തിനകം പണം നൽകുമെന്നാണ് പറഞ്ഞത്. 7 വർഷം കഴിഞ്ഞിട്ടും പണം നൽകിയിട്ടില്ല. ഇതുവരെ 20 ലക്ഷം മാത്രമാണ് നൽകിയത്. ഈടൊന്നും നൽകാതെയാണ് പണം നൽകിയതെന്നാണ് NM രാജു പറയുന്നത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അനുസരിച്ച് പ്രചാരണങ്ങൾക്ക് ഓരോ മത്സരാർത്ഥിക്കും ഉപയോഗിക്കാവുന്ന തുക 95 ലക്ഷം രൂപയാണ്. അങ്ങനെ നിയമമുള്ളപ്പോൾ തെരഞ്ഞെടുപ്പ് ആവശ്യം പറഞ്ഞ് 2 കോടി രൂപ ആന്റണി കൈപ്പറ്റിയത് എന്തിനെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതേസമയം നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജുവിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ആന്റണി രംഗത്തെത്തി. NM രാജു പണം തന്ന് സഹായിച്ചിട്ടുണ്ടെന്നും തനിക്ക് തന്ന പണം എത്രയാണോ അത് തിരികെ കൊടുത്തിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ പണം സഹായമാണ് എന്നാണ് കരുതിയത്. NM രാജു തനിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തുന്നെന്നും ആന്റണി പറഞ്ഞു. തനിക്കെതിരെ വന്ന വിവാദങ്ങൾ നിയമപരമായി നേരിടുമെന്നും ആന്റണി പറയുന്നു. ശബരിമലയിലെ സ്വർണത്തിന്റെ പേരിൽ ഇടതുപക്ഷത്തിനെ കുറ്റം പറയുകയും കളിയാക്കി പാരടി ഗാനം പാടി നടക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് പ്രവർത്തകർ സകലരും കരുതിയിരിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് പൊതുവികാരം. വരും ദിവസങ്ങളിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പുതിയ യാഥാർത്ഥ്യങ്ങൾ മറനീക്കി പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം.